ഇനി നിങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഈ അനിമൽ ബേസ്ഡ് പ്രോട്ടീൻ ആണോ അതോ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണോ നല്ലതെന്ന്. അതറിയാനും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഫാക്ട്സിനും വേണ്ടിയിട്ട് എൻ്റെ ഈ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ ലെറ്റ് മീ ബ്രേക്ക് ഇറ്റ് ഡൗൺ. നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഇല്ലേ, അതുണ്ടാക്കിയേക്കുന്നത് 20 അമിനോ ആസിഡ്സ് കൊണ്ടാണ്. അതിൽ 11 നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ബാക്കി വരുന്ന 9 നമ്മൾ പുറത്തുള്ള പ്രോട്ടീൻ സോഴ്സിൽ നിന്ന് കൊടുക്കേണ്ടത്. അതിനെയാണ് ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. അനിമൽ ബേസ്ഡ് പ്രോട്ടീനിൽ വരുമ്പോഴത്തേക്കും ഈ 9 എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അതിലുള്ള മെജോറിറ്റി ഓഫ് ഉള്ള സോഴ്സസിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈസിലി ഡൈജസ്റ്റബിളും പിന്നെ വൈറ്റമിൻ B12 ഒമേഗ 3 പോലെയുള്ള ആസിഡ്സും റിച്ച് ആയിരിക്കും. സോ കമ്മിങ് ടു പ്ലാന്റ് പ്രോട്ടീൻ, അതിലുള്ള മെജോറിറ്റി ഓഫ് ഉള്ള സോഴ്സസിലും ഈ 9 അമിനോ ആസിഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിരിക്കും. ഈ മിക്ക സോഴ്സസിലും പ്രോട്ടീൻ കണ്ടന്റ് കുറവായതുകൊണ്ട് നമ്മൾ കൂടുതൽ എടുക്കേണ്ടി വരും. അത് ലോങ് ടൈമിൽ നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരുത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനകത്ത് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ കൂടുതൽ ഫൈബറും ഉണ്ടാവും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹെൽത്തും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ്ഡ് മീൽ കഴിക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനിമൽ ബേസ്ഡ് പ്രോട്ടീനും പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനും ഫൈബേഴ്സും വൈറ്റമിൻസും മിനറൽസും കാർബ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് മീൽ.